പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കാലടിയിൽ ജനിച്ചു വളർന്ന ശ്രീ ശങ്കരനെ മലയാളികൾ അറിയണം എന്നതാണ്. ശ്രീ മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തൈത്തിരീയ ശാഖയിലെ ബ്രാഹ്മണനായ കൈപ്പള്ളി ഇല്ലത്തിലെ ശിവഗുരുവും പത്നി ആര്യമ്പയും സന്താന ഭാഗ്യത്തിനായി തൃശ്ശിവ പേരൂർ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ ഭജനമിരുന്നു. 48-ാം ദിവസം ശ്രീ പരമേശ്വരൻ ദമ്പതിമാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ആവശ്യം സന്താന ലബ്ധിയാണല്ലോ, അതിന് വരം കൊടുക്കുകയായിരുന്നു. അല്പായുസ്സും സർവജ്ഞനുമായ അല്ലെങ്കിൽ ദീർഘായുസ്സും മന്ദബുദ്ധിയുമായ ഏത് പുത്രനാണ് വേണ്ടതെന്ന് ചോദിച്ചു. സർവജ്ഞനായ പുത്രൻ മതിയെന്ന് ദമ്പതികൾ പറഞ്ഞു. അനുഗ്രഹിച്ചു. അപ്രതിഷ്ഠമായി. ശിവ തേജസ് ആര്യമ്പയുടെ ഗർഭത്തിൽ വളരാൻ തുടങ്ങി. ശ്രീ ശങ്കരൻ ജനിച്ചപ്പോൾ തന്നെ ഈശ്വര ചിന്തയും സന്യാസമോഹവുമായിരുന്നു. ഒരു ദിവസം പൂർണ്ണാനദിയിൽ കുളിക്കാൻ ഇറങ്ങിയ ശങ്കരൻ്റെ കാലിൽ ഒരു മുതല പിടിച്ചു. മകനെ കാണാതെ ആര്യമ്പ പരിസരത്തെല്ലാം നോക്കിയിട്ടും കാണാതായപ്പോൾ നദിയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ മുതലയുടെ പിടിയിൽ പെട്ടിരിക്കുന്ന മകനെയാണ് കണ്ടത്. തന്നാൽ ആവാമെന്ന് എല്ലാം ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അക്കരയിലും ഇക്കരയിലുമായി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരെയും കണ്ടില്ല. അങ്ങനെയിരിക്കെ ശങ്കരൻ പറഞ്ഞു, അമ്മേ, സന്യാസത്തിന് സമ്മതിക്കുകയാണെങ്കിൽ മുതല കടി വിടും എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് പറയണമെന്നും പറഞ്ഞു. മുതല കടിച്ച് മരിച്ചാൽ പിന്നെ മകനെ കാണാൻ സാധ്യമല്ല. സന്യസിച്ചാലോ വല്ലപ്പോഴെങ്കിലും കാണാമല്ലോ എന്നുള്ള ആ ചിന്തയിൽ അമ്മ പെട്ടെന്ന് മറുപടി കൊടുത്തു. സന്യസിക്കാം എന്ന് സമ്മതിച്ചു. ഉടനെ മുതല പിടിവിട്ടു. ശങ്കരൻ കരയിൽ കയറി. തൻ്റെ മകനെ കോരി മാറോട് അണച്ച് ചേർത്ത് പിടിച്ച് ചുംബിച്ച് ഒക്കെ വാത്സല്യത്തോടുകൂടി ഇല്ലത്തെത്തി. ഇല്ലത്തെത്തിയതോടുകൂടി മറ്റ് ഇല്ലങ്ങളിലും ആര്യമ്പ മകന് സന്യാസത്തിന് സമ്മതം കൊടുത്ത വിവരം പടർന്നു. അവരെല്ലാവരും കൂട്ടം കൂടി ആര്യമ്പയുടെ ഇല്ലത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചു. അത് അറിഞ്ഞ ശങ്കരൻ, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരും സഹായമുണ്ടാവില്ല. കുളിക്കാൻ പോകാൻ കുറച്ച് നടന്നു പോകാനുള്ളത് കൊണ്ട് പൂർണ്ണ നദിയുടെ ഒഴുക്കിൻ്റെ ഗതി ഇല്ലത്തിൻ്റെ മുന്നിൽ കൂടി തിരിച്ചു.
താഴെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ബിംബം വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞ ആ വിഗ്രഹത്തിന് മുകളിലായി പ്രതിഷ്ഠ നടത്തി. യാത്രയ്ക്ക് സമയമായിരിക്കുന്നു. അച്ഛൻ്റെ കാലശേഷം മാണിക്യമംഗലത്ത് കാത്യായനി ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങളെല്ലാം ശങ്കരനാണ് നടത്തി വന്നിരുന്നത്. ഒരു ദിവസം ദേവിക്ക് പാൽ നേദിച്ചു. വന്നു നോക്കിയപ്പോൾ ഒരു തുള്ളി പാല് പോലും അവിടെ കാണാനില്ല. എല്ലാം അമ്മ പാനം ചെയ്തിരുന്നു. ഒരു തുള്ളി പോലും എനിക്ക് വച്ചില്ലല്ലോ എന്നുള്ള മനോവേദനയിൽ മനം വെമ്പുകയായിരുന്നു. അത് കണ്ട അമ്മ തൻ്റെ മാതൃതുല്യമായ ക്ഷീരം കൊടുത്തു അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. തൻ്റെ കാവ്യരചന പാടവത്തിന് കാരണമായത് അമ്മയുടെ പാലാണ് എന്ന് ശങ്കരൻ വിശ്വസിക്കുന്നു. യാത്രയ്ക്ക് പുറപ്പെടുന്ന ശങ്കരൻ മാതാവിനെ 3 പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു. അമ്മേ, മകനെ എപ്പോഴാണോ കാണണം എന്ന് തോന്നുന്നത് അപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാൻ എത്തിക്കോളും എന്ന് പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം വാങ്ങി യാത്രയായി. യാത്ര മധ്യേ ഗോവിന്ദ ഭഗവത് പാദരെ കാണുകയും അദ്ദേഹത്തിനെ ഗുരുവായി മനസ്സാ സ്വീകരിക്കുകയും പാദത്തിൽ നമസ്കരിച്ചു കിടക്കുന്ന ആ കുട്ടിയെ ഗുരു പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചോദിച്ചു, കുട്ടി ആരാ എന്ന്. മറുപടിയായി ശങ്കരൻ പറഞ്ഞത്, അത് അറിയാനാണ് ഞാൻ വന്നത്. അടുത്ത ചോദ്യം, കുട്ടി എവിടെന്നാ വരുന്നത് എന്നായിരുന്നു. അതും അവിടെ നിന്ന് അറിയാനുണ്ട് എന്ന് പറഞ്ഞു. കുട്ടിയുടെ ബുദ്ധിവൈഭവം കണ്ട് ആചാര്യൻ 2 കൈകളും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. മാത്രമല്ല ഉടൻ തന്നെ സന്യാസവും കൊടുത്തു എന്നുള്ളതാണ്. ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ശ്രീ ശങ്കരൻ ജഗദ്ഗുരുവായി വളർന്നു. ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഇത് എല്ലാവരും ചിന്തിക്കണം. നമ്മുടെ ചാനൽ തന്നെ വിചാരധാര എന്നാണ്. വിചാരിച്ചു ധരിക്കുക. കുട്ടി ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി, ഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരമാണോ, അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നതായ ആത്മാവാണോ എന്ന സംശയമാണ്. അത് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, എവിടുന്നാ വരുന്നത്? ഉത്തരം, സഞ്ചയ കർമ്മക്കെട്ടിൽ നിന്നും സ്വൽപ്പമാത്രം ഫലം എടുത്ത് ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. പഞ്ചഭൂതാത്മീയമായ ശരീരത്തോടു കൂടി വരുമ്പോൾ അമ്മ, അച്ഛൻ, കുടുംബം, ബന്ധു, മിത്രങ്ങൾ, നാട്, വീട് എല്ലാം ഉണ്ടാവും. അതാണോ ഞാൻ? അല്ലെങ്കിൽ ജഡവസ്തുവായ ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ആത്മചൈതന്യമാണോ? ആത്മാവിന് ജനിമൃതിയില്ലാത്തതും ബന്ധുമിത്രങ്ങൾ, നാട്, വീട് ഒന്നുമില്ലാത്തതും ആകുന്നു. അതിനെ നിലനിർത്തുന്ന ആത്മാവാണോ എന്നതാണ്
ബ്രഹ്മജ്ഞാനിയാകുന്ന ഗുരുവിൽ നിന്ന് വേണം ഇത് അറിയേണ്ടത്. പഠനത്തിലൂടെ വിചാരത്തിലൂടെ വേണം ഇത് ഉറപ്പിക്കേണ്ടത്. ഇതാണ് ശങ്കരൻ്റെ ആവശ്യം. ഒരിക്കൽ ശിഷ്യന്മാർ ഗുരുവിന് ഭക്ഷണം വിളമ്പി അവർ കഴിക്കാൻ പോയി. അവരുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ശങ്കരൻ്റെ മുന്നിലെ വിളമ്പിയ ഭക്ഷണം അതേപടി ഇരിക്കുന്നു. ശങ്കരൻ പ്രകൃതി ശക്തിയെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ശിവമാണ് എല്ലാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ആ അഹങ്കാരത്തിന് ഒരു പരീക്ഷണം കൊടുക്കണമെന്ന് മായാശക്തി വിചാരിച്ചു. ശങ്കരൻ്റെ ആ ശക്തി വൈഭവം പിൻവലിച്ചു. ശങ്കരൻ ഭക്ഷണം എല്ലാം കാണുന്നുണ്ട്, അങ്ങനെല്ലാം ഇരിക്കെ പിന്നെ എന്തുകൊണ്ട് കൈ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ശക്തിയാണ് പ്രധാനം, ശക്തിയില്ലാത്ത ശിവം വെറും ശവം എന്ന് മനസ്സിലായി. അമ്മയെ ധ്യാനിച്ചു, വീണ്ടും ശക്തി തിരിച്ചു കിട്ടി, ഭക്ഷണം കഴിച്ചു എന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി അന്നപൂർണേശ്വരി സ്തോത്രം രചിച്ചെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ മായാശക്തിയുടെ വിശേഷം അനുഭവിച്ചറിയണം എന്ന് വിചാരിച്ച അദ്ദേഹം പിന്നീട് മൂകാംബികയിൽ ഗുഡജാത്രിയിൽ തപസ്സിന് പോയി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വിഷയം മൂകാംബിക അമ്മയുമായി ബന്ധപ്പെട്ടതാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹരി ഓം.